എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നവോത്ഥാന കാലത്ത് വിവർത്തകർ വന്നു. അതായത് പദസംഹിത, സെന്റൻസ് അല്ലെ, വാക്യമാവാം, അല്ലെങ്കിൽ പദങ്ങളുടെ കൂട്ടമാകാം ഭാഷ വിവർത്തനത്തിന്റെ ഏകകം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നവോത്ഥാന കാലത്തെ വിവർത്തകർ എത്തിച്ചേർന്നു. പിന്നീട് അതും മാറിയിട്ട് മൂലഭാഷയെ മൊത്തത്തിൽ ഒരു കൃതിയെ ഒറ്റ ഏകകമായി പരിഗണിച്ച് ലക്ഷ്യഭാഷയിലേക്ക് പകർത്തുക എന്നതാണ് മറ്റൊരു രീതി. പിന്നെ ഖണ്ഡികകളായിട്ട് തിരിക്കുന്നു, ഓരോരോ പാരഗ്രാഫ് ഫേസ്, അങ്ങനെ അത് മറ്റൊരു രീതി. അങ്ങനെയാകാം, പാരഗ്രാഫ് ആകാം, അല്ലെങ്കിൽ ഖണ്ഡികയാകാം വിവർത്തനത്തിന്റെ ഏകകം. ഇങ്ങനെ വിവർത്തനത്തിന്റെ ഏകകം എന്ത് എന്നുള്ളത് വ്യത്യസ്തമായ ചിന്തകൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് വിവർത്തനത്തിന്റെ ഏകകം എന്ന് പറയുന്നത് പ്രതീകങ്ങളാണ് എന്ന് പറയാം. അതിലാർക്കും സംശയമില്ല, പ്രതീകങ്ങളാണ്. ഭാഷ തന്നെ ഒരു പ്രതീകമാണല്ലോ, ഭാഷയിലൂടെ നമ്മൾ കാര്യങ്ങൾ വിനിമയം ചെയ്യുന്നു. അപ്പൊ ഭാഷ ഒരു പ്രതീകമാണ്. ഇനി നിങ്ങൾ സംസ്കൃതം പഠിക്കുമ്പോൾ അന്വയം പഠിക്കുന്നില്ലേ? അന്വയം എന്താണ്? നിങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കുന്നില്ല? ശ്ലോകങ്ങൾ അത് തന്നെ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഓർഡറിലാവണമെന്നില്ല അല്ലെ? ഒരു പദ്യത്തില് അല്ലെങ്കിൽ ഒരു ശ്ലോകത്തില്, സംസ്കൃതത്തിലെ ഒരു ശ്ലോകത്തില് ഈ വാക്കുകളെല്ലാം ഓർഡറിലാവണമെന്നില്ല പറഞ്ഞിട്ടുള്ളത്. ആ ഓർഡറിൽ തന്നെ നമ്മൾ അർത്ഥം പറ്റില്ല നമുക്ക്. ചിലപ്പോ അവസാനം കിടക്കുന്ന ഒരു പദം എടുത്ത് ആദ്യത്തെ പദത്തിന്റെ കൂടെ കൊണ്ടുവെക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അർത്ഥം കിട്ടുന്നത് അല്ലെ? ആശയം കിട്ടണമെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി ഒരു പദങ്ങൾ കൊണ്ടുവയ്ക്കണം. ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലേ കുട്ടികൾ കളിക്കുന്നേ? ബിൽഡിംഗ് ബ്ലോക്സ് അത് എന്താ ചെയ്യുന്നത്? ആ ഇത് കിട്ടണമെങ്കിൽ, ആ ഒരു ബിൽഡിംഗ് ആക്കണമെങ്കിൽ ഈ ബ്ലോക്സ് എല്ലാം എടുത്തു വെച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം അല്ലെ? അതേപോലെയാണ് ഈ അന്വയം എന്ന് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമായിരിക്കും, ഒരു ചെതറി ഇങ്ങനെ കിടക്കുമായിരിക്കും വാക്കുകൾ. അതിനെയെല്ലാം ഒരു ഓർഡറിലാക്കി നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയുള്ളൂ. ആശയം കണ്ടെത്തണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇപ്പൊ വൃത്തത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും കവികൾ ഇങ്ങനെ പലതരത്തിൽ കൊടുക്കുന്നത്, അവിടെ എവിടെയൊക്കെ ആയിട്ട് അർത്ഥം. ഇപ്പം കുമാരനാശാന്റെ കൃതികളിലൊക്കെ ഈ അന്വയം നമുക്ക് വേണ്ടി വരാറുണ്ട്. വീണപൂവിൽ തന്നെ തുടങ്ങുന്നത് ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ. ഇങ്ങനെ പറയുമ്പോ ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി സ്ത്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ. ഇവിടെ ഇതെല്ലാം നേരെ അങ്ങ് എടുത്ത അർത്ഥം കിട്ടുമോ? നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന്റെ അർത്ഥം എടുക്കുന്നത് എങ്ങനെയാ? ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നു, ഒരു രാജ്ഞി കണക്ക് അല്ലയോ പുഷ്പമേ, അയ്യേ നീ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു. ഇങ്ങനെ എടുക്കണം അത്. ആ പുഷ്പമേ, അയേ നീ, അല്ലയോ പുഷ്പമേ, ആ പുഷ്പമേ, അയേ നീ, അല്ലയോ നീ എന്ത് ചെയ്തു? അധിക തുംഗപദത്തിൽ, അതിനു മുമ്പ് എന്ത് പറയണം? രാജ്ഞി കണക്ക്, രാജ്ഞിയെ പോലെ അധിക തുംഗപദത്തിൽ ഉയർന്ന സ്ഥാനത്ത് അല്ലെ ശോഭിച്ചിരുന്നു. സ്ത്രീഭൂവിൽ അസ്ഥിര അസംശയം. സ്ത്രീഭൂവിൽ അസ്ഥിരമാണ് അസംശയം എന്നല്ല പറയേണ്ടത്. സ്ത്രീഭൂവിൽ അസ്ഥിരമാണ് നിന്റെ ഈ കിടപ്പ് കണ്ടാൽ തിരിച്ചു വരും. എന്താണ്? നിന്റെ പുനരെങ്ങു കിടപ്പിതോർത്താൽ അല്ലെ? സ്ത്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതി എങ്ങ്, നിന്റെ പഴയ ഐശ്വര്യം എങ്ങ്, ഇന്നു നിന്റെ ഈ കിടപ്പെങ്ങ്. നിന്റെ ആ പഴയ ഐശ്വര്യം എവിടെ? ഇന്ന് കാണുന്ന ഈ കിടപ്പ് എവിടെ? ഇത് രണ്ടും കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ശ്രീഭൂവിൽ അസ്ഥിര. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, സംശയമേ ഇല്ല, ശ്രീഭൂവിൽ അസ്ഥിരയാണ്, അസ്ഥിരമായതാണ്.
ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ അർത്ഥം കിട്ടാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആദ്യം കിടന്ന വാക്കിന്റെ കൂടെ അവസാനത്തെ വാക്കിനെയൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള വാക്കിനെയൊക്കെ ചിലപ്പോൾ ചേർത്ത് വെക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമുക്ക് അർത്ഥം കിട്ടുന്നത്. നമ്മൾ അങ്ങനെ നോക്കുന്നതും ആയിരിക്കില്ല പഠിക്കുന്നത്, പക്ഷെ അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്. സംസ്കൃതം പ്രത്യേകിച്ചും നിങ്ങൾ ഈ സംസ്കൃതം പഠിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം നമ്മൾ ഈ ഭാഷയുടെ അന്വയം, കവിതയിലേക്ക് അന്വയം പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സംസ്കൃതം ഇങ്ങനെ ശ്ലോകങ്ങൾ അന്വയിച്ചാണോ പഠിക്കുന്നത്? രഘുവംശത്തിന് അതുപോലെ പഠിക്കും. അങ്ങനെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇല്ലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഈ സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഭാഷ പഠിക്കുന്നു, അതിന്റെ സംസ്കാരവും അതിന്റെ പിന്നിലുള്ള കുറച്ച് പുരാണവും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കുന്നു. ഇത് കൂടാതെ മറ്റൊരു വലിയ ഗുണം എന്ന് പറയുന്നത് അന്വയം. അതിനാണ് നിങ്ങൾ കവിത പഠിക്കുന്നത് സംസ്കൃതത്തിലെ. ഈ അന്വയം പഠിക്കാൻ വേണ്ടിയാണ്. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത് പഠിക്കുന്നതുകൊണ്ട് വലിയ ഗുണമില്ല. അപ്പൊ അന്വയം കൂടി പഠിക്കണം. എങ്കിലേ മലയാളത്തിലെ ഇതുപോലുള്ള പല കവിതകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വ്യാഖ്യാനം ഒന്നും വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്വയം പഠിക്കണം. അപ്പൊ ഈ അന്വയം, അതായത് ഇതിപ്പോ എന്താ നമ്മൾ ചെയ്യുന്നത്? അന്വയം എന്ന് പറഞ്ഞാൽ എന്താ? പല സ്ഥലത്ത് കിടക്കുന്നതിനെ കൂട്ടിച്ചേർത്തെടുക്കുന്നു അല്ലെ? എന്നിട്ട് അതിന്റെ അർത്ഥം കൽപ്പിക്കും. ഈ പരിപാടി അന്വയം കൊടുക്കുന്നത് ഒരു വിവർത്തന രീതിയാണ്. ഇതൊരു തരം വിവർത്തനമാണ് അന്വയം. നമ്മൾ ഇതുവരെ ചിന്തിച്ചു വെച്ചിട്ടുള്ള എന്താ? വിവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ആശയ കൈമാറ്റമാണ്. അപ്പോ ഭാഷ ഈ എന്താണ്, രണ്ട് ഭാഷകൾ ഇല്ലെങ്കിൽ വിവർത്തനം നടക്കില്ല എന്നൊക്കെയല്ലേ? അങ്ങനെയല്ല, രണ്ട് ഭാഷകൾ ഇല്ലെങ്കിലും വിവർത്തനം നടക്കും. ഇതൊരു വിവർത്തനത്തിന്റെ മറ്റൊരു രീതിയാണ് ഈ പറഞ്ഞ അന്വയം. അത് ഒരു ഭാഷയിൽ തന്നെയാണ്. ശ്രദ്ധിക്കുക, സംസ്കൃതം തന്നെയാണ് രണ്ടും, അല്ലെങ്കിൽ മലയാളം തന്നെയാണ് രണ്ടും. ഒരേ ഭാഷയിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. പരാവർത്തനം എന്താ? പരാവർത്തനം ഒരു പ്രാവശ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടി പറയുന്നതാണ്. അതെ അതെ, അത് തന്നെ പറയണം. അത് തന്നെയാണ്, അത് തന്നെ പറയണം അല്ലെ? പദ്യമായിരിക്കും. അപ്പൊ ഈ പദ്യത്തിൽ തന്നെ സാധനം നമ്മൾ എന്ത് ചെയ്യും? ഗദ്യത്തിൽ പറയും. ഒരു ശ്ലോകമാണെങ്കിൽ അതിനെ നമ്മൾ ഗദ്യത്തിലാക്കി പറയുന്നു. ആ ആശയം തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. അതാണ് പരാവർത്തനം. ആവർത്തനം, മറ്റൊരു തരത്തിലുള്ള ആവർത്തനം, അതാണ് പരാവർത്തനം. ഇതും വിവർത്തനം തന്നെയാണ്. അപ്പൊ ഈ പ്രതീകം, ഒരേ ഭാഷ തന്നെയാണ് പ്രതീകം ഇവിടെ. പക്ഷെ ആ ഭാഷയിലെ രീതി, അതിന്റെ അടുക്ക് നമ്മളൊന്ന് മാറ്റുന്നു. പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ പറയുന്നു. ഇതും തന്നെ വിവർത്തനം തന്നെയാണ്. വ്യാഖ്യാനം, അതിനെയും പറയാം. നമ്മള് ഈ വിവർത്തനത്തിന് വ്യാഖ്യാനം എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്ന ആദ്യം തന്നെ പറഞ്ഞു അല്ലെ? മറ്റു പദങ്ങൾ എന്ന് പറഞ്ഞ് ആദ്യം പഠിച്ചപ്പോ പറഞ്ഞു. അപ്പൊ അതും ശരിയാണ്. വ്യാഖ്യാനത്തിലും നമ്മൾ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വിവർത്തനം തന്നെയാണ്. വിശേഷണ വർത്തിക്കലാണ് വിവർത്തനം. ഒരു രീതിയിൽ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് വിവർത്തനമായി. അപ്പൊ ഇതും വിവർത്തനം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഭാഷാന്തസ്ഥം ഭാഷാന്തരസ്ഥം എന്ന് വിവർത്തനത്തെ രണ്ടായിട്ട് തിരിക്കാം. ഭാഷാന്തരസ്ഥം. ഭാഷ അന്തസ്ഥം എന്താ? ഭാഷ അന്തസ്ഥം അതിൽ തന്നെയുണ്ട്, ആ വാക്കിൽ തന്നെയുണ്ട്. ഭാഷയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഭാഷ അന്തം, ഭാഷയ്ക്കുള്ളിൽ അല്ലെ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ പരാവർത്തനവും ഇതൊക്കെ ഭാഷയ്ക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഒരേ ഭാഷയിൽ തന്നെയാണല്ലോ ഈ വിവർത്തനം നടക്കുന്നത്. ഭാഷാന്തരസ്ഥം എന്ന് പറഞ്ഞാല് വേറെ ഭാഷ, ഭാഷാന്തരം മറ്റു ഭാഷയിലേക്ക്. അതാണ് നമ്മൾ സാധാരണയായിട്ട് വിവർത്തനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഈ ഭാഷാന്തരസ്ഥമായിട്ടുള്ള വിവർത്തനങ്ങളെയാണ്. അതായത് അന്യഭാഷകളിലെ രണ്ട് ഭാഷകൾക്കിടയിൽ. ഭാഷാന്തസ്ഥം എന്ന് പറയുമ്പോൾ ഒരേ ഭാഷയിൽ തന്നെയുള്ള വിവർത്തനം. അത് ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ പരാവർത്തനവും അതുപോലെ തന്നെ അന്വയവും ഒക്കെ, അന്വയാർത്ഥം പറയുന്നതൊക്കെ ഭാഷാന്തസ്ഥത്തിൽ വരും. ഭാഷാന്തരസ്ഥം എന്ന് പറയുമ്പോൾ അന്യഭാഷയിലേക്ക്, രണ്ട് ഭാഷകൾക്കിടയിൽ വിവർത്തനം. ഇനി നമ്മൾ പറഞ്ഞു ഈ അതുപോലെ തന്നെ ഏകഭാഷികം എന്നൊക്കെ പറയാം ഇതിനെ കേട്ടോ. ഏകഭാഷികം, അന്തർഭാഷികം എന്നൊക്കെ പറയാം. ഈ ഭാഷാന്തസ്ഥത്തെ അത് എഴുതിക്കോ. ഏകഭാഷികം അല്ലെങ്കിൽ അന്തർഭാഷികം എന്ന് പറയാം. ഏകഭാഷികം ഒരേ ഭാഷയിൽ തന്നെയുള്ളത്, ഭാഷാന്തസ്ഥമായിട്ടുള്ളത്. അതുപോലെ തന്നെ അന്തർഭാഷികം, ഭാഷയ്ക്കുള്ളിൽ തന്നെയുള്ളത്. ഇൻട്രാലിംഗ്വൽ എന്ന് പറയും. ഇൻട്രാലിംഗ്വൽ ഇന്റർ അല്ലെ, ഇൻട്രാ. അടുത്തത് പറയട്ടെ. ഭാഷാന്തരസ്ഥത്തിന് രണ്ട് ഭാഷകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷകൾ തമ്മിലുള്ള വിവർത്തനം ഭാഷാന്തരസ്ഥ. ഇന്റർലിംഗ്വൽ
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൂലഭാഷയും ലക്ഷ്യഭാഷയ്ക്കും ഇടയിലുള്ള രണ്ട് ഭാഷകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷകൾക്കിടയിലുള്ള വിവർത്തനത്തെയാണ് ഭാഷാന്തരസ്ഥ ഇന്റർലിംഗ്വൽ എന്ന് പറയുന്നത്. അതാണ് സാധാരണ അർത്ഥത്തിൽ നമ്മൾ വിവർത്തനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. നമുക്ക് ഈ മറ്റൊരു രീതിയുണ്ട്. ഭാഷയ്ക്ക് ഉപരിയായിട്ടുള്ള മറ്റ് പ്രതീകങ്ങളെ ആശ്രയിച്ചും വിവർത്തനം ചെയ്യാം. നിങ്ങൾ ആശാൻ സ്മാരകത്തിൽ പോയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ടൂർ വെച്ചിരുന്നു അല്ലെ ഇടയ്ക്ക് എമ്മേക്കാര്? ആശാൻ സ്മാരകത്തിലൊക്കെ പോയില്ലേ? പോയിരുന്നു. ആ, അപ്പൊ നിങ്ങൾ അവിടെ ഈ ചിത്രങ്ങൾ കണ്ടോ? കുമാരനാശാന്റെ കവിതയിലെ പല കവിതകളും ചിത്രങ്ങളായിട്ട് അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു തരം വിവർത്തനമാണ്. അതായത് രണ്ട് പ്രതീകങ്ങളാണ്. ഒന്ന് ഭാഷ, ഒന്ന് ചിത്രഭാഷ. അല്ലെ, ഭാഷ എന്നല്ല, നമ്മൾ ഭാഷയെ വ്യവസ്ഥാപിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര ഭാഷ. അല്ലാതെ ചിത്രത്തിന്റെ വരകളും വർണ്ണങ്ങളും ഉപയോഗിച്ചുള്ള മറ്റൊരു പ്രതീകം, ചിത്രത്തിന്റെ പ്രതീകം, വരകളും വർണ്ണങ്ങളും ആണല്ലോ, അതിലേക്ക് മാറ്റുന്നു. ഇതും വിവർത്തനമാണ്. ഇത് മറ്റൊരു രീതിയാണ്. വിവർത്തനത്തിന്റെ മറ്റൊരു രീതിയാണ് ഭാഷയ്ക്കുപരിയായ മറ്റു പ്രതീകങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ടുള്ള വിവർത്തനം. ഭാഷയ്ക്കുപരിയായ മറ്റു പ്രതീകങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ടുള്ള വിവർത്തനം. ഉദാഹരണം എഴുതുക. ഒരു കാവ്യ ചിത്രമാക്കുന്നു, അല്ലെങ്കിൽ നൃത്താവിഷ്കാരം, കവിതകളുടെ നൃത്താവിഷ്കാരം, നോവലിന്റെ സിനിമാവിഷ്കാരം, ചിത്രാവിഷ്കാരം ഒക്കെ വരാം. മൊണാലിസയെ പറ്റി ഒരു കവിത എഴുതാം നമുക്ക്. അപ്പൊ ചിത്രത്തിന്റെ അന്തപ്രതീകാത്മകം എന്ന് പറയും. അന്തപ്രതീകാത്മകം, അതായത് പ്രതീകങ്ങൾക്കിടയിൽ, രണ്ട് വ്യത്യസ്തമായ പ്രതീകങ്ങൾക്കിടയിലുള്ളത് അന്തപ്രതീകാത്മകം എന്ന് പറയും ഇത്തരം വിവർത്തനത്തിൽ. ഇനി നമ്മൾ ഭാഷാശ്രിത വിവർത്തനത്തിലേക്ക് വരാം. ഭാഷ തന്നെ ഒരു പ്രതീകമാണ്. അപ്പൊ ഈ പ്രതീകാത്മകത്തിനുള്ളിൽ വരുന്നത് തന്നെയാണ് ഭാഷാശ്രിതം. മായ അർത്ഥത്തിലേക്ക് വരുന്നു ഭാഷാശ്രിതമാകുമ്പോൾ. ഈ ഭാഷാശ്രിത വിവർത്തനത്തിൽ തന്നെ അർത്ഥാധിഷ്ഠിതം, രൂപാധിഷ്ഠിതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അധിഷ്ഠിതം, അർത്ഥത്തെ ആധാരമാക്കിയും രൂപത്തെ ആധാരമാക്കിയും വിവർത്തനം ചെയ്യാം. ഇനി ഈ അതിൽ നമ്മൾ കൂടുതലായിട്ടും രൂപാധിഷ്ഠിതം കവിതയായിട്ടും നാടകത്തിന്റെ രൂപത്തിലും അങ്ങനെ ചെയ്യുന്നതാണ്. അതിനേക്കാളും നമുക്ക് ഈ അർത്ഥാധിഷ്ഠിതം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. അർത്ഥാധിഷ്ഠിത വിവർത്തനത്തെ ലിഖിതം, വാചികം എന്ന് രണ്ടായിട്ട് തിരിക്കാം. എഴുതുന്നതും പറയുന്നതും. അർത്ഥാധിഷ്ഠിത വിവർത്തനത്തെ ലിഖിതം, വാചികം, പറയുന്നത് എഴുതുന്നതും പറയുന്നതും, ലിഖിതം, വാചികം എന്ന് രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ സാധാരണ ഈ വിവർത്തനം എന്ന് പറയുന്നത് ഏതിനെയാണ്? ലിഖിതമാണോ വാചികമാണോ? സാധാരണ നമ്മൾ വിവർത്തനം എന്ന് പറയുന്നത് ലിഖിതമാണ്. ലിഖിതമാണ് നമ്മൾ സാധാരണ വിവർത്തനം എന്ന് പറയുന്നത്. വാചിക വിവർത്തനം ഏതിനകത്ത് വരും? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വാചിക വിവർത്തനത്തെ കുറിച്ച്. വിവർത്തനം നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിവർത്തനത്തിന്റെ പ്രായോഗിക തലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ വാചിക വിവർത്തനത്തെ കുറിച്ച് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? തന്നെ ആ വാചിക എവിടെയൊക്കെ പറഞ്ഞത്? മൗഖികം എന്ന് പറയാൻ കേട്ടോ, സുവിശേഷ പ്രസംഗങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ ഐക്യരാഷ്ട്രീയ സഭയിലും ഇതൊക്കെ പറഞ്ഞു അല്ലെ? അവിടെയൊക്കെ വാചികമാണ്. പ്രസംഗങ്ങളുടെ എന്നുള്ളത് മാത്രമല്ല ഇവിടെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പ്രസംഗങ്ങളുടെയൊക്കെ വിവർത്തനം അത് വാചിക വിവർത്തനത്തിൽ വരുന്നതാണ്. മൗഖികം എന്ന് മറ്റൊരു പേരുണ്ട്. കാരണം മുഖത്ത് നിന്ന് കേട്ട് വിവർത്തനം ചെയ്യുന്നത് കൊണ്ട് അതിനെ മുഖവുമായി ബന്ധപ്പെട്ട ഒരു പദം എന്നുള്ള അർത്ഥത്തിൽ മൗഖികം എന്ന് പറയും. മൗഖിക വിവർത്തനം അല്ലെങ്കിൽ വാചിക വിവർത്തനം. അതാണ് ഇന്റർപ്രിറ്റേഷൻ. ചോദിക്കാം നിങ്ങൾക്ക്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന ആൾക്ക് വേണമെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ
ഭാഷയാണല്ലോ പറയുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യാണല്ലോ കേട്ട കാര്യം. അതുകൊണ്ട് അതിനെ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയും. ഇന്റർപ്രിറ്റേഷൻ അഥവാ വ്യാഖ്യാനം എന്ന് പറയും. വാചിക വിവർത്തനത്തെ ഇന്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനം എന്ന് പറയും. ഇന്റർപ്രിറ്റേഷൻ. ഈ മൗഖികം അല്ലെങ്കിൽ വാചിക വിവർത്തനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അത് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാ ചെയ്യുന്നത്? പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ 2 രീതികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സവിരാമം, അവിരാമം. സവിരാമം, അവിരാമം ഇതൊക്കെ എഴുതണം. അതിനകത്ത് ചോദിക്കാം. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് ചോദിക്കാം, എന്താണ് സവിരാമം അല്ലെങ്കിൽ എന്താണ് അവിരാമ തർജ്ജമ അല്ലെങ്കിൽ സവിരാമ തർജ്ജമ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ, നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സവിരാമം, അവിരാമം. ഇത്രയും പറഞ്ഞത് ഭാഷാശ്രിത. ഇനി ലേഖനാശ്രിത വിവർത്തനം എന്ന് പറഞ്ഞ രീതിയുണ്ട്. ലേഖനാശ്രിതം, ലിഖിതമല്ല, ലേഖനാശ്രിതം. എഴുത്തിനെ ആധാരമാക്കി മാത്രമുള്ള വിവർത്തനം. എഴുത്തിൽ മാത്രമേ അത് കാണുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രോതഭാഗത്തിലെ പദങ്ങള് മാറ്റാതെ തന്നെ വിവർത്തനം ചെയ്യുന്നില്ല. പദങ്ങളെ വിവർത്തനം ചെയ്യാതെ ലക്ഷ്യഭാഷയിൽ എഴുതുന്നു. ഇപ്പോ പദങ്ങളെ മാറ്റാതെ, ലേഖനാശ്രിതം എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്ത് വിടുമല്ലോ. അപ്പൊ ഭാഷാശ്രിതം, ലേഖനാശ്രിതം. അതിൽ ലേഖനാശ്രിതമായിട്ടുള്ളതാണ് ലിപ്യന്തരണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലിപ്യന്തരണം. ലിപ്യന്തരണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിലെ പദങ്ങളെ വിവരണം ചെയ്യാതെ മറ്റൊരു ഭാഷയിലെ ലിപി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നു. മറ്റൊരു ഭാഷയിലെ ലിപിയിൽ എഴുതുന്നു. ലിപി ചിഹ്നങ്ങൾ എന്ന് നമ്മൾ അതിനെ സാങ്കേതികമായിട്ട് പറയും. ഒരു ഭാഷയിലെ പദങ്ങളെ മറ്റൊരു ഭാഷയിലെ ലിപി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നു. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിലുള്ള വിവർത്തനം നടക്കുന്നില്ല. അവിടെ ലേഖനാശ്രിത വിവർത്തനമാണ് നടക്കുന്നത്. ഭാഷാശ്രിതമായിട്ടുള്ള വിവർത്തനം നടക്കുന്നില്ല. എഴുത്തിനെ ആധാരം മാത്രമാണ്. ഒരു ഭാഷയിലെ പദം, ഇംഗ്ലീഷ്, മലയാളത്തിലെ പദം നമ്മൾ പലപ്പോഴും മൊബൈലിൽ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇംഗ്ലീഷിൽ അങ്ങ് ടൈപ്പ് ചെയ്യുന്നു, ഇംഗ്ലീഷ് ലിപിയിൽ ടൈപ്പ് ചെയ്യുന്നു. പദം മലയാളം തന്നെയാണ്. ഇതാണ് ലേഖനാശ്രിത വിവർത്തനം എന്ന് പറയുന്നത്. ലിപ്യന്തരണം, ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലിറ്ററേഷൻ, ലിപ്യന്തരണം മറ്റൊരു ലിപിയിലേക്ക് മാറ്റുന്നു. അതാണ് ലിപ്യന്തരണം. അന്തരമായിട്ടുള്ള മറ്റൊരു ലിപിയിലേക്ക് മാറ്റുന്നു. ക്ലാസ് തുടങ്ങിയ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ മലയാളം അതിനകത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇംഗ്ലീഷ് അടിക്കാം. ക്ലാസ് തുടങ്ങിയോ? തിരുവനന്തപുരം, ഇംഗ്ലീഷ് എഴുതാറില്ലേ? തിരുവനന്തപുരം, ആലപ്പുഴ, കേരളം എന്നൊക്കെ നമ്മൾ മലയാളത്തിലെ വാക്ക് മൊബൈലിലെ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്നത് അങ്ങനെയാ ടീച്ചറെ. അതാണ് ഉപയോഗിക്കുന്ന കൂടുതൽ വരും അല്ലേ? ടീച്ചറെ അതെ. പക്ഷെ നിങ്ങള് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുമ്പോഴേ ഈ ഇംഗ്ലീഷില് ആ വാക്ക് ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ വരില്ലേ? ചില വാക്കുകൾ വരില്ല, ചില പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ? ഈ വാക്ക് ഇപ്പം മലയാളം എന്ന് നമ്മള് ഇംഗ്ലീഷിൽ എഴുതുവാണ്. അപ്പൊ മലയാളം എന്നുള്ള മലയാള പദത്തെ അതല്ലല്ലോ മറ്റേത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോ മലയാളത്തിലേക്ക് ചേഞ്ച് ആയി വരും. പക്ഷെ എല്ലാം മലയാളത്തിലേക്ക് വരണം. പക്ഷെ പ്രൊനൗൺസിയേഷന്റെ അനുസരിച്ചിരിക്കും. ഇംഗ്ലീഷ് വേർഡ് ചിലത് നമ്മൾ കൊടുക്കുമ്പോ ആ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് വേറെ വേർഡ് ആയിരിക്കും മലയാളത്തിൽ വരുന്നത്. വേറെ വേർഡ് വരും. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങള് ഇപ്പൊ ക്ലാസ് തുടങ്ങിയോ? ഉദാഹരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിപ്പോ പറഞ്ഞു ഈ ക്ലാസ് തുടങ്ങിയോ? അത് നിങ്ങൾ CLASS CHU സ്പെല്ലിംഗ് അടിക്കുന്നു. മാറുന്നില്ല. ഇവിടെ ശരിക്കും ഭാഷ മാറുന്നില്ല. മലയാളമാണ് ഭാഷ. ഇംഗ്ലീഷ് ലിപിയിൽ അടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അടിക്കുന്നു. അതെ, ഇംഗ്ലീഷ് ഒരു വേർഡ് നമ്മൾ അതേ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്താൽ വരുന്നത് വേറെ വേർഡ് ആയിരിക്കും മലയാളത്തിൽ വരുന്നേ ഉള്ളൂ. ലിപി ഇംഗ്ലീഷ് തന്നെയാണ് അടിക്കുന്നത്. അത് മലയാളം അറിയാവുന്നവർക്ക്, ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ഇത് വായിക്കാം എന്ന്
വെറുതെ വായിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ അയാൾക്ക് മലയാള ഭാഷ അറിയണം. അറിയണം. അതെ. അതാണ് അതിനകത്ത് വ്യത്യാസം. ഇപ്പൊ തന്നെ നമ്മൾ പറയും നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ, ഈ വിദേശ നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഹിന്ദി, മലയാളം പഠിക്കണമെന്നൊന്നുമില്ല. മലയാളം പഠിക്കാതെ മലയാളം സംസാരിക്കാം. നമ്മൾ ഹിന്ദിയിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. പക്ഷേ അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ മലയാള ഭാഷ അറിയണം. അർത്ഥം അറിയാതെ വേണമെങ്കിൽ സംസാരിക്കാം. ഉദാഹരണം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ സംസ്കൃതം പഠിക്കും. നിങ്ങൾ സംസ്കൃതം മലയാളത്തിൽ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? ഇല്ല, മലയാള ലിപിയിൽ എഴുതി വെച്ചിട്ടില്ലേ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളൊക്കെ? സംസ്കൃതത്തില് ശ്ലോകങ്ങൾ പലതും നമ്മൾ വലിയ ഗമയിൽ പോയി നിന്ന് പ്രസംഗിക്കുന്നത് മലയാളം നോക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് ഹിന്ദി നല്ലപോലെ അറിയാത്ത ഒരാള് ഹിന്ദി പറയാം. നമുക്ക് വേണേൽ റഷ്യൻ പറയാം മലയാളത്തിൽ എഴുതി വെച്ചിട്ട്, അല്ലെ? ഒരാൾ എഴുതി തന്നെ നമുക്ക് പറയാം. പക്ഷെ പ്രൊനൗൺസിയേഷനൊക്കെ അതായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതിന് നമുക്ക് ഭാഷ അറിയണം, അതിന്റെ അർത്ഥം അറിയണം, അല്ലെ? അതിന്റെ ഭാവം ഉൾക്കൊള്ളുന്നെങ്കിൽ അർത്ഥം അറിയണം. അപ്പൊ ഇതൊന്നും ഇവിടെ ബാധകമല്ല. ലേഖനാശ്രിത വിവർത്തനത്തിൽ ഇതൊന്നും ബാധകമല്ല. എഴുതുക, വായിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ മറ്റു വിവർത്തനത്തിന്റെ അർത്ഥത്തിലേക്കൊന്നും അത് പോകുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലിറ്ററേഷൻ ആണ്. അത് ട്രാൻസ്ലേഷന് തന്നെ ഒരു ഭാഗമായിട്ട് നിൽക്കും. ഇനി നമുക്ക് ശബ്ദത്തിന്റെ അർത്ഥത്തിനാണോ, വിവർത്തനത്തിൽ ശബ്ദത്തിനാണോ അർത്ഥത്തിനാണോ പ്രാധാന്യം എന്നുള്ളതനുസരിച്ച് ശബ്ദത്തിനും അർത്ഥത്തിനും ഒരുപോലെ പ്രാധാന്യം വരാം, ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം വരാം, അർത്ഥത്തിന് പ്രാധാന്യം വരാം. ഇങ്ങനെ പലതരത്തിൽ വിവർത്തനം ചെയ്യാം. അങ്ങനെയുള്ള ഒരു തരംതിരിവുണ്ട്. ശബ്ദാർത്ഥ വിവർത്തനം, ലിറ്ററൽ ട്രാൻസ്ലേഷൻ. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും ഇത് വെറും ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണെന്ന്. ശബ്ദാർത്ഥ വിവർത്തനം എന്ന് പറഞ്ഞാൽ സ്രോത ഭാഷയിലെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, LITERAL, ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ശബ്ദാർത്ഥ വിവർത്തനം. ഒരു പദം കേട്ട് അതുപോലെ അങ്ങോട്ട് വിവർത്തനം ചെയ്യുന്നു. അതിന്റെ ശ്രോതഭാഷയിലെ പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയം ലക്ഷ്യഭാഷയുടെ വാക്യഘടന അനുസരിച്ച് അവതരിപ്പിക്കുന്നു. ശ്രോതഭാഷയിലെ പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയം ലക്ഷ്യഭാഷയുടെ വാക്യഘടന അനുസരിച്ച് അവതരിപ്പിക്കുന്നു. ഇതാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ശ്രോതഭാഷയിലെ ആശയത്തെ ലക്ഷ്യഭാഷയിൽ നമ്മൾ ആവിഷ്കരിക്കുന്നു. അത് ലക്ഷ്യഭാഷയുടെ ഘടനയ്ക്കനുസരിച്ചൊക്കെ. അതായത് നമുക്ക് കേൾക്കുന്ന പ്രത്യക്ഷമായ അർത്ഥം മാത്രമാണ് ഈ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ശബ്ദാർത്ഥ വിവർത്തനത്തിലുള്ളത്. പ്രത്യക്ഷമായ അർത്ഥം, ഒരു വാക്കിന്റെ വേർഡ് ഫോർ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ്, ഇതിനൊക്കെ അങ്ങനെ പറയാം. ശബ്ദാർത്ഥ വിവർത്തനം. അതിനെ അതേപടി അങ്ങോട്ട് വിവർത്തനം ചെയ്യുന്നു. പക്ഷെ കവിതയൊക്കെ വിവർത്തനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളും ശൈലികളും ഒക്കെ വിവർത്തനം ചെയ്യുമ്പോൾ ഇങ്ങനെ ശബ്ദാർത്ഥ വിവർത്തനം ചെയ്താൽ പരമ ബോറായിരിക്കും. അർത്ഥം തന്നെ ചിലപ്പോൾ മാറിപ്പോകും. ഈ വിവർത്തനം പറ്റും. എവിടെ പറ്റും? ശബ്ദാർത്ഥ വിവർത്തനം പറ്റിയത് എവിടെയാണ്? സാഹിത്യ വിവർത്തനത്തെക്കാൾ ശാസ്ത്ര വിവർത്തനത്തിൽ പറ്റും. അതിന് പകരം ഒരു പദം എടുത്തു വെച്ചാൽ മതി. അവിടെ വലിയ ധ്വനിതലങ്ങളോ അതുപോലെ ആന്തരിക അർത്ഥങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ശബ്ദാർത്ഥ വിവർത്തനം സാഹിത്യം, മറ്റ് ശാസ്ത്ര വിവർത്തനം, ശാസ്ത്രത്തിലും സാങ്കേതിക പദ്ധതികളൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ശബ്ദാർത്ഥ വിവർത്തനം, ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ധ്വനിതലങ്ങളുള്ള സാംസ്കാരിക തലങ്ങളുള്ള മറ്റ് സാഹിത്യ രൂപങ്ങൾക്ക് ഇതത്ര പ്രായോഗികമല്ല. ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ അങ്ങനെ വിവർത്തനം ചെയ്താൽ അത് തെറ്റ് തന്നെ ആയി മാറിയേക്കാം. ആശയപരമായി തന്നെ തെറ്റായി മാറാം. ഒരു രീതിയുണ്ട് സ്വനിമിക വിവർത്തനം, സ്വനിമ വിവർത്തനം എന്ന് പറയും. സ്വനിമ വിവർത്തനം അല്ലെങ്കിൽ സ്വനിമിക വിവർത്തനം എന്ന് പറയും. സ്വനം, സ്വനിമം, സ്വനം ഒക്കെ പഠിച്ചല്ലോ നമ്മൾ, അല്ലെ? കഴിഞ്ഞ തമ്മിലല്ലേ പഠിച്ചത് ഭാഷാശാസ്ത്രത്തില്. സ്വനിമ വിവർത്തനം അല്ലെങ്കിൽ സ്വനിമിക വിവർത്തനം, ഫൊണീമിക് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഫൊണീമിക് ട്രാൻസ്ലേഷൻ, ഫൊണീം, FONEME, ഫൊണീമിക് ട്രാൻസ്ലേഷൻ.
സ്രോത ഭാഷയിലെ സ്വനിമ വ്യവസ്ഥയ്ക്ക് പകരം സ്രോത ഭാഷയിലെ സ്വനിമിക വ്യവസ്ഥയ്ക്ക് പകരം സ്വനിമ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സ്വനിമിക വ്യവസ്ഥയ്ക്ക് പകരം ലക്ഷ്യഭാഷയിൽ ഏറെക്കുറെ സമമൂല്യമായ സ്വനിമിക വ്യവസ്ഥ അല്ലെങ്കിൽ സ്വനിമ വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് സ്വനിമിക അല്ലെങ്കിൽ സ്വനിമ വിവർത്തനം എന്ന് പറയുന്നത്. മൂലഭാഷയിലെ സ്വനിമിക വ്യവസ്ഥയ്ക്ക് പകരം ലക്ഷ്യഭാഷയിൽ ഏറെക്കുറെ സമാനമായ സ്വനിമിക വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നു. കവിതയുടെ ഒക്കെ വിവർത്തനത്തിൽ ഇങ്ങനെ ചെയ്താൽ മനോഹരമായിരിക്കും. ഈ സ്വനിമിക വ്യവസ്ഥ കൂടി കിട്ടിയാൽ കവിതാ വിവർത്തനമൊക്കെ സുന്ദരം. കവിക്ക് പ്രത്യേകിച്ചും ഇത് ആവശ്യമാണ്. പിന്നെ ഉദാഹരണം പറയാം. നമ്മൾ ഈ ചില സ്ഥലനാമങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇംഗ്ലീഷിലെ സുൽത്താൻസ് ബത്തേരി ബത്തേരി സുൽത്താൻസ് ബാറ്ററി എന്നുള്ളത് നമ്മൾ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നു. അതുപോലെ ട്രിവാൻഡ്രം തിരുവനന്തപുരം നമ്മുടെ സ്വനിമിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മലയാളത്തിന്റെ സ്വനിമിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറ്റിയതാണ് തിരുവനന്തപുരം. ട്രിവാൻഡ്രം എന്നുള്ളത് തിരുവനന്തപുരം. ഇങ്ങനെ കവിതയില് ഈ രീതി സ്വനിമിക വിവർത്തനം വളരെ നല്ലതാണ്. കാരണം അതിന്റെ ഭാവതലം, ഒരു സ്വനിമം, അതിന്റെ ഒരു താളം, ഭാവതലം ഇതൊക്കെ നമുക്ക് കിട്ടാൻ ഈ സ്വനിമിക വിവർത്തനം കവിതയിൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ കവിത ആസ്വാദ്യമാകുന്നതിന് ഈ രീതി സഹായമാകും. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള നമുക്ക് പഠിക്കാനുള്ളത് പൂർണ്ണം, ഭാഗികം, സമഗ്രം, നിയന്ത്രിതം. ഇങ്ങനെ 4 തരത്തിലുള്ള വിവർത്തനങ്ങള്. നിയന്ത്രിതം അല്ലെങ്കിൽ പരിമിതം. എന്താണ് പൂർണ്ണ വിവർത്തനം, എന്താണ് ഭാഗിക വിവർത്തനം, എന്താണ് സമഗ്ര വിവർത്തനം, എന്താണ് നിയന്ത്രിതം അല്ലെങ്കിൽ പരിമിത വിവർത്തനം. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെയൊക്കെ തോന്നും. പൂർണ്ണവും സമഗ്രവും ഒരുപോലെ തോന്നും, ഭാഗികവും നിയന്ത്രിതവും ഒരുപോലെ തോന്നും. പക്ഷെ അത് തമ്മിലുള്ള ചില സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. എന്താണ് പൂർണ്ണ വിവർത്തനം എന്ന് പറയുന്നത്? പൂർണ്ണം ടോട്ടൽ ട്രാൻസ്ലേഷൻ. ടോട്ടൽ ട്രാൻസ്ലേഷൻ ആശയത്തെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഈ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളെങ്കിൽ സമഗ്ര വിവർത്തനം ആദ്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഈ ഫുൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സമഗ്ര വിവർത്തനമാണ്. സമഗ്ര വിവർത്തനം, ഫുൾ ട്രാൻസ്ലേഷൻ മുഴുവനായിട്ട് സ്രോതപാഠം മുഴുവനും, അതായത് ഒരു കൃതി, സ്രോതപാഠം എന്ന് പറയുന്നത് ഒരു കൃതി, അതിന്റെ സ്വഭാവമല്ല. സ്രോതപാഠം മുഴുവനും വിവർത്തന വിധേയമായ രീതിയാണ് സമഗ്ര വിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. ഒന്നും വിടാതെ മുഴുവനായിട്ട് വിവർത്തനം ചെയ്യുന്നു. അതാണ് സമഗ്രം അല്ലെങ്കിൽ ഫുൾ ട്രാൻസ്ലേഷൻ. സമഗ്ര വിവർത്തനം അല്ലെങ്കിൽ ഫുൾ ട്രാൻസ്ലേഷൻ. ഈ ഫുൾ ട്രാൻസ്ലേഷന്റെ വിപരീതം പാർഷ്യൽ ട്രാൻസ്ലേഷൻ ആണ്. പാർഷ്യൽ, ഭാഗിക വിവർത്തനം. സമഗ്രത്തിൻ്റെത് ഭാഗികമാണ്. സമഗ്ര വിവർത്തനം ഫുൾ ട്രാൻസ്ലേഷൻ, അതായത് സ്രോതപാഠം മുഴുവനായിട്ട് വിവർത്തനം ചെയ്യുന്നു, അതിലെ എല്ലാ അംശങ്ങളെയും എടുത്ത് വിവർത്തനം ചെയ്യുന്നു. ലക്ഷ്യപാഠ വസ്തു കൊണ്ട് ആദേശം ചെയ്യുന്നു എന്ന് പറയാം. അതായത് സ്രോതപാഠത്തിലെ എല്ലാ അംശങ്ങളെയും അല്ലെങ്കിൽ അതിനെ മുഴുവനായിട്ട് ലക്ഷ്യപാഠ വസ്തു കൊണ്ട് ആദേശം, സമഗ്ര വിവർത്തനം എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കും. അതിന്റെ വിപരീതം ഭാഗിക വിവർത്തനമാണ്. ഭാഗിക വിവർത്തനം, പാർഷ്യൽ ട്രാൻസ്ലേഷൻ. അവിടെ ഒന്നോ അതിലധികമോ സ്രോതപാഠാംശം പടിയോ അല്ലെങ്കിൽ ചെറിയ രൂപഭേദത്തോടു കൂടിയോ ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നു. അതായത് മുഴുവനായിട്ടുള്ള കൃതി മുഴുവനായിട്ട് വേണമെന്നില്ല, അതിലെ ചില അംശങ്ങളൊക്കെ എടുത്തിട്ട് അതുപോലെ വിവർത്തനം ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോടുകൂടിയും വിവർത്തനം ചെയ്യാം. ഭാഗിക വിവർത്തനം. രാമായണം, യുദ്ധകാന്ഡം, രാമചരിതം അത് ഭാഗിക വിവർത്തനം മാത്രമാണ്, മുഴുവനില്ല. ഒന്നോ അതിലധികമോ പാഠാംശം. സ്രോതം എന്ന് തന്നെ എഴുതണേ, സായാണേ, ശ്രായല്ല സായാണ്.
അതേപടിയോ ചെറിയ രൂപഭേദത്തോടു കൂടിയോ ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ സമഗ്ര വിവർത്തനം എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാൻസ്ലേഷൻ, ഭാഗിക വിവർത്തനം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ട്രാൻസ്ലേഷൻ. സമഗ്ര വിവർത്തനത്തിൽ സ്രോതപാഠത്തെ മുഴുവനായിട്ടും ലക്ഷ്യപാഠത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. സ്രോതപാഠത്തിലെ അംശവും അതെ എല്ലാങ്ങളെയും ലക്ഷ്യപാഠ വസ്തു കൊണ്ട് ആദേശം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്രോതപാഠത്തെ മുഴുവനായും ലക്ഷ്യഭാഷയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു, വിവർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ ആദേശം ചെയ്യുന്നു. ഇതാണ് സമഗ്ര വിവർത്തനം അല്ലെങ്കിൽ ഫുൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് മുഴുവനായിട്ട് ചെയ്യാതെ ഭാഗികമായിട്ട് കുറച്ച് ഭാഗം മാത്രമായിട്ട് എടുത്ത് ചെയ്യുന്നതിനെയാണ് പാർഷ്യലായിട്ട് ചെയ്യുന്നത്. അതാണ് പാർഷ്യൽ അല്ലെങ്കിൽ ഭാഗിക വിവർത്തനം എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ സ്രോതപാഠാംശം എടുക്കുന്നു, എന്നാൽ മുഴുവനായിട്ട് ചെയ്യുന്നില്ല. ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറയാം, പൂർണ്ണ വിവർത്തനം, ടോട്ടൽ ട്രാൻസ്ലേഷൻ. ഇവിടെ ഇത് രണ്ടും ടോട്ടലും സമഗ്രവും ഒക്കെ തമ്മിൽ എന്താ വ്യത്യാസം? സമഗ്രവും പൂർണ്ണവും. ഇവിടെ പൂർണ്ണ വിവർത്തനത്തില് സ്രോതഭാഷയുടെ സ്വനിമ വ്യവസ്ഥയുടെ സ്ഥാനത്ത് ലക്ഷ്യഭാഷയുടെ സ്വനിമ വ്യവസ്ഥ കൂടി സ്വീകരിക്കുന്നു. അതാണ് പൂർണ്ണ വിവർത്തനം. ടോട്ടൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതാണ്. ടോട്ടൽ അതായത് സ്വനിമ വ്യവസ്ഥ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ആ സ്വനിമ വ്യവസ്ഥ കൂടി സ്വീകരിക്കണം. മാത്രമല്ല, പാഠം മാത്രമല്ല, അതിന്റെ സ്വനിമ വ്യവസ്ഥ, ഭാഷാപരമായ അംശങ്ങളും കൂടെ ആ വ്യവസ്ഥ കൂടി സ്വീകരിച്ചാൽ അതിനെ പൂർണ്ണ വിവർത്തനം അല്ലെങ്കിൽ ടോട്ടൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വിപരീതമാണ് റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ലേഷൻ, നിയന്ത്രിതം അല്ലെങ്കിൽ പരിമിത വിവർത്തനം എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്രോത ലക്ഷ്യ ഭാഷകളിലെ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം മൂലപാഠാംശത്തിന് തുല്യമായ സ്രോതലക്ഷ്യ ഭാഷകളിലെ ഏതെങ്കിലും ഒരു സ്രോതലക്ഷ്യ എന്ന് ചേർത്ത് എഴുതുമ്പോൾ ഹൈഫൻ ഇടണേ. സ്രോത-ലക്ഷ്യ, സ്രോതവും ലക്ഷ്യവും അതാ ഉദ്ദേശിക്കുന്നത്. സ്രോത ലക്ഷ്യ ഭാഷകളിലെ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം മൂലപാഠാംശത്തിന് തുല്യമായ ലക്ഷ്യപാഠാംശം പകരം വയ്ക്കുന്ന വിവരണം. രാമായണ തർജ്ജമ. ഭാഗിക വിവർത്തനം എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മറ്റൊരു വേർതിരിവുണ്ട്. ഒരു സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞ മറ്റൊരു വേർതിരിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛന്റെ തർജ്ജമ വരുന്നത് ഭാഗികവുമല്ല, സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷെ രാമചരിതം ഉണ്ടല്ലോ, നമ്മുടെ രാമചരിതം യുദ്ധകാണ്ഡം മാത്രമാണ്. രാമചരിതം ഈ ഭാഗിക വിവർത്തനത്തിലാണ് വരുന്നത്. എഴുത്തച്ഛന്റെ തർജ്ജമയെ നമ്മൾ ഇവിടെ അല്ല, ഈ ഡിവിഷനിലല്ല ഉൾപ്പെടുത്തേണ്ടത്. സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. അതായത് എഴുത്തുകാരന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്താം, ആശയം അതേപോലെ ഇട്ടിട്ട് അതിൽ ചില അംശങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടെ വിവർത്തകന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രീതിയുണ്ട്. എഴുത്തച്ഛന്റെ കൂടുതലും സംക്ഷിപ്ത വിവർത്തനമാണ്, സംക്ഷിപ്തമായിട്ടാണ്. പക്ഷെ ഈ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയും. എഴുത്തച്ഛന്റെ വിവർത്തനത്തെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് പറയാനുണ്ട്. രാമായണം, മഹാഭാരതം കിളിപ്പാട്ടായതിനെ കുറിച്ചും, അതുപോലെ തന്നെ ആ അംശങ്ങൾ മാറ്റിയതിനെ കുറിച്ചും, സ്രോതസ് തിരഞ്ഞെടുത്തതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയാം. അപ്പൊ എഴുത്തച്ഛന്റെ വിവർത്തനം സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് വരുന്നത്. അത് ഇതിലല്ല ഉൾപ്പെടുന്നത് കേട്ടോ. ഇതൊരു തരത്തിലുള്ള തരംതിരിവ് മാത്രമാണ്. സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛന്റെ കൃതി. ഇതിൽ വരുന്നത് രാമചരിതം വരുന്നുണ്ട്. രാമചരിതം യുദ്ധകാണ്ഡം മാത്രമായിട്ടായതുകൊണ്ട് അതിനെ നമുക്ക് ഭാഗിക വിവർത്തനം എന്ന് പറയാം. ഭാഗിക വിവർത്തനം.
ഇനി പരാവർത്തനം എന്ന് പറഞ്ഞ മറ്റൊരു രീതിയുണ്ട്. പരാവർത്തനം, പാരാഫ്രേസിംഗ്. പരാവർത്തനം ആശയത്തിന് മാറ്റം വരാതെ, ആശയത്തിന് മാറ്റം വരരുത്. നിങ്ങൾ തന്നെ പറഞ്ഞതാ പരാവർത്തനം. ആശയത്തിന് മാറ്റം വരുന്നില്ല, പക്ഷെ മറ്റൊരു രീതിയിലേക്ക് ഒന്നുകിൽ നമ്മൾ വിപുലീകരിച്ച് അല്ലെങ്കിൽ അതിനെ ചുരുക്കി എഴുതാം. എങ്ങനെയാണെങ്കിലും അത് നമ്മുടേതായ ഭാഷയിൽ എഴുതുന്നു, അല്ലെ? ഒരു എഴുത്തുകാരൻ എഴുതിയ കാര്യം നമ്മുടേതായ ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നു. പക്ഷെ ആശയം മാറ്റാൻ പാടില്ല. ഭാഷ മാറ്റാം, ഭാഷാ രീതി, നമ്മുടെ ശൈലി. ആശയത്തിന് മാറ്റം വരാതെ ആവശ്യാനുസരണം വിപുലീകരണമോ പരിഷ്കാരമോ വരുത്തി ഔചിത്യ. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, എന്റെ ശബ്ദം എനിക്ക് തന്നെ കേൾക്കാം. ആവശ്യാനുസരണം പരിഷ്കാരമോ വരുത്തി ഔചിത്യപൂർവം നടത്തുന്ന തർജ്ജമ അല്ലെങ്കിൽ വിവർത്തനം. ഇതാണ് പരാവർത്തനം അല്ലെങ്കിൽ പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വാക്ക് ഒന്നും കൂടെ പറയൂ ടീച്ചറെ. പാരാഫ്രേസിംഗ്, PARAPHRASING, പാരാഫ്രേസിംഗ്. പാരാഫ്രേസിംഗ് ആശയത്തിന് മാറ്റം വരാതെ ആവശ്യാനുസരണം വിപുലീകരണമോ പരിഷ്കാരമോ വരുത്തി ഔചിത്യപൂർവം നടത്തുന്ന തർജ്ജമ. ഇത് ഹിന്ദിയിലൊക്കെ ഭാവാനുവാദം എന്ന് പറയുന്നതിന് ഭാവാനുവാദം. ഇത് ഏതിൽ വരുന്നതാണ്? നമ്മൾ ആദ്യം പഠിച്ച ഡിവിഷൻ ഉണ്ടല്ലോ, ഈ വിവർത്തനത്തെ പല പല തരത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒരു വിഭജനം മാത്രമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ആദ്യം ഒരെണ്ണം പറഞ്ഞല്ലോ, ഭാഷാന്തരസ്ഥം എന്ന് പറഞ്ഞില്ലേ? അതിൽ ഈ ഭാവാനുവാദം അല്ലെങ്കിൽ പരാവർത്തനം ഈ രണ്ടിൽ ഏതിലാ വരിക? ആണോ? ഭാഷാന്തരസ്ഥമാണ്. ഭാഷയ്ക്കുള്ളിലുള്ള മറ്റുള്ളത് വേറെ ആയില്ലേ? ഇത് ഒരേ ഭാഷയ്ക്കുള്ളിലല്ലേ വരിക? പരാവർത്തനം, വ്യാഖ്യാനം, അതുപോലെ തന്നെ അന്വയം, ഇതൊക്കെ ഏതിൽ വരും? ഭാഷാന്തസ്ഥത്തിൽ വരും. ഇൻട്രായിൽ വരും. ഒന്നിനുള്ളിൽ തന്നെ വരും.